ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ് അരീനയുടെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായലാർ. ആദ്യമായിട്ട് ചാനൽ സന്ദർശിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ മാക്സിമം വീഡിയോ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് കൂടി എത്തിക്കാൻ ശ്രമിക്കുക. ഇന്ന് 2025 സെപ്റ്റംബർ 19 വെള്ളിയാഴ്ചയാണ്. അപ്പോൾ ഒരു വാരാന്ത്യമാണ്. നോക്കാം എന്തൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ എന്നുള്ളത്. പ്രധാനമായിട്ടും ഇന്ന് നോക്കാനുള്ളത് ഹിൻഡൻബർഗിൻ്റെ കേസ് സെബി ഡിസ്മിസ് ചെയ്തു എന്നുള്ളതാണ്. അദാനിക്കെതിരായിട്ട് ഹിൻഡൻബർഗ് ഷോർട്ട് സെല്ലേഴ്സ് ക്രിയേറ്റ് ചെയ്ത ഒരു ആരോപണം ഉണ്ടായിരുന്നു. അത് കേസ് അവസാനം സെബി തള്ളിക്കളഞ്ഞു. അതോടുകൂടി അദാനി ഗ്രൂപ്പ് കംപ്ലീറ്റ്ലി കേസിൽ നിന്നും മുക്തമായി എന്നുള്ളതാണ് ഇന്ന് വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വാർത്ത. ഫിലിപ്പീൻസ് നേപ്പാളിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു കലാപത്തിൻ്റെ മാതൃക ഫിലിപ്പീൻസിലെ ജനങ്ങൾ കോപ്പി ചെയ്യാൻ പോകുന്നു എന്ന ഒരു ന്യൂസ് കൂടി വരുന്നുണ്ട്. വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു ന്യൂസാണത്. കാരണം നേപ്പാളിൽ എന്താണോ സംഭവിച്ചത് അതേ അവസ്ഥയാണ് ഇപ്പോൾ ഫിലിപ്പീൻസിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അവിടെ ഫ്ലഡ് വന്നപ്പോൾ പോലും സാധാരണ ജനങ്ങൾക്ക് ഒരു സൗകര്യവും കൊടുക്കാതെ ഒരു അത്യാവശ്യം റിലീഫ് ഒന്നും തന്നെ കൊടുക്കാതെ അവിടെയുള്ള ഭരണാധികാരികളുടെ മക്കൾ വിദേശ ടൂറിലും ഷോ ഓഫിലൊക്കെ ആയിട്ട് ഈ നേപ്പാളിന് നെപ്പോ ബേബീസ് എന്നുള്ള രീതിയിലാണ് ഒരു ഹാഷ്ടാഗ് വന്നിരുന്നത്. കാരണം അവിടെ ഭരണാധികാരികളുടെ മക്കൾ കാണിക്കുന്ന ആ ഒരു എന്താ പറയുക ലക്ഷറി ലൈഫ് സ്റ്റൈലിനെ കുറിച്ചൊക്കെ ട്വിറ്ററും മറ്റ് സോഷ്യൽ മീഡിയകളിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ അവരുപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ഹാഷ്ടാഗാണ് നെപ്പോ ബേബീസ് എന്നുള്ളത്. അതേ ഹാഷ്ടാഗ് ഉപയോഗിച്ച് ഫിലിപ്പീൻസിലും കാര്യങ്ങൾ തുടങ്ങിയിരിക്കുന്നു എന്ന വാർത്തയാണ് വരുന്നത്. വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം ഫിലിപ്പീൻസിൻ്റെയും അവസ്ഥ ഇതേ രീതിയിലാണ്. ജനങ്ങൾ വളരെ ദാരിദ്ര്യത്തിൽ ജീവിക്കുന്നതും അതേപോലെ ഭരണാധികാരികൾ വളരെ ലക്ഷറി ആയിട്ട് ജീവിക്കുന്ന ഒരു രാജ്യമാണ് ഫിലിപ്പീൻസ്. എന്തു തന്നെയായാലും വരും ദിവസങ്ങളിൽ നമുക്ക് കൂടുതൽ വാർത്തകൾ കേൾക്കാൻ സാധിക്കും. ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് അതിൻ്റെ റേറ്റ് 4% ആയിട്ട് നിലനിർത്തിയിട്ടുണ്ട്. വ്യത്യാസമില്ലാതെ തുടരുന്നുണ്ട്. ദെൻ ട്രംപ് അദ്ദേഹത്തെ വിമർശിച്ച ഒരു TV ചാനലിനെതിരെ ലൈസൻസ് റദ്ദാക്കും എന്ന പേരിൽ ഭീഷണിപ്പെടുത്തിയതായിട്ട് മറ്റൊരു വാർത്ത വരുന്നുണ്ട്. അതായത് ട്രംപിനെ ആരും തന്നെ ക്രിറ്റിസൈസ് ചെയ്യാൻ പാടില്ല എന്ന രീതിയിൽ ഒരു ഏകാധിപതിയുടെ ഒരു വാക്കുകളാണ് ഇപ്പോൾ ട്രംപിൽ നിന്നും പുറത്തു വരുന്നത്. മറ്റു കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അത് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവുന്നതാണ്. ഒരു അഹങ്കാരത്തിൻ്റെയോ അല്ലെങ്കിൽ ഏകാധിപതിയുടെയോ ഒരു സ്വരമാണ് ട്രംപിൻ്റെ എല്ലാ മീറ്റിങ്ങുകളിലും എല്ലാ ന്യൂസിലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ദെൻ ഇപ്പോൾ ട്രംപ് പോയി ചൈനയുടെ മുന്നിൽ മുട്ടുമടക്കുന്ന ഒരവസ്ഥയാണ് വന്നെത്തിയിരിക്കുന്നത്. ഒന്ന് ചൈനയുടെ താരിഫിൻ്റെ ചർച്ചകൾ നടക്കുന്നു. രണ്ടാമത്തേത് ടിക്ടോക്ക് US വാങ്ങിക്കാൻ വേണ്ടിയിട്ടുള്ള ചർച്ചകൾ നടക്കുന്നു. അതേപോലെ ഇന്നലെ എൻവിഡിയയുടെ ചിപ്പുകൾ ഉപയോഗിക്കരുത് എന്നുള്ളത് ചൈനീസ് ഗവൺമെൻറ് ഉത്തരവിറക്കിയിട്ടുണ്ട്. ചൈനയിൽ അത് ഉപയോഗിക്കരുത് എന്ന രീതിയിൽ. സോ അതൊരു പ്രധാനപ്പെട്ട പ്രശ്നം തന്നെയാണ്. ഈ മൂന്ന് കാര്യങ്ങളും വളരെ വലിയതായിട്ടുള്ള ഒരു സംഭവമാണ്. സോ ട്രംപ് ചൈനയായിട്ടുള്ള ചർച്ചകൾക്ക് മുൻകൈയെടുക്കുന്നു എന്നുള്ള വാർത്തകളാണ് വരുന്നത്. ന്യൂസിൽ ഹൈലൈറ്റ് ചെയ്ത് വന്ന സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ വേദാന്ത, ജോൺ കോക്കറിൽ, ടെക്സ്മാക്കോ റെയിൽ, യൂണിക്കം ലാബ്സ്, LT എലിവേറ്റർ, മൊബിക്വിക്ക്, JSW എനർജി, സാസ്കൻ, വാരി എനർജീസ് ഇത്രയും സ്റ്റോക്കുകളാണ് ന്യൂസിൽ ഹൈലൈറ്റ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നത്. ഇസ്രായേലിൽ നിന്നും കൂടുതൽ ഡ്രോണുകൾ ഇന്ത്യ വാങ്ങിക്കുന്നു എന്ന മറ്റൊരു വാർത്ത കൂടി വരുന്നുണ്ട്. ഓപ്പറേഷൻ സിന്ദൂറിൽ വളരെ സക്സസ്ഫുൾ ആയിട്ട് ഉപയോഗിച്ചത് ഈ ഡ്രോണുകളായിരുന്നു. അപ്പോൾ ആ ഡ്രോണുകൾ കൂടുതൽ വാങ്ങുന്നതിനായിട്ട് ഇന്ത്യ തീരുമാനമെടുത്തിരിക്കുന്നു എന്നതാണ് മറ്റൊരു വാർത്ത. അതേപോലെ ബയോകോൺ ബയോളോജിക്സ് US FDA അപ്രൂവൽ 2 മരുന്നുകൾക്കുള്ള FDA അപ്രൂവൽ കരസ്ഥമാക്കിയിട്ടുണ്ട്. എന്തായാലും അതും ആ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒരു ന്യൂസ് തന്നെയാണ്. ദെൻ ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിലേക്ക് ജോയിൻ ചെയ്യാൻ ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് ഞാൻ എല്ലാവരെയും സ്വാഗതം ചെയ്യാണ്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കയറാവുന്നതാണ്. സ്റ്റോക്ക് മാർക്കറ്റ് ന്യൂസ് എവറി മൊമെൻറ്റ് എന്ന മറ്റൊരു ചാനലുണ്ട്. സ്റ്റോക്ക് മാർക്കറ്റ് വാർത്തകൾക്ക് മാത്രമായിട്ട് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഓൺലൈൻ ന്യൂസും അവിടെ നിങ്ങൾക്ക് ഒറ്റ പ്ലാറ്റ്ഫോമിൽ കിട്ടും. സോ അതും ഉപയോഗപ്പെടുത്തുക. ദെൻ നമുക്ക് ഗ്ലോബൽ മാർക്കറ്റിലേക്ക് പോകണമെങ്കിൽ ഗ്ലോബൽ മാർക്കറ്റിൽ US മാർക്കറ്റ് ക്ലിയർലി ഗ്രീനാണ്, യൂറോപ്യൻ ഗ്രീനാണ്. ഏഷ്യൻ മാർക്കറ്റ് ഒരു മിക്സ്ഡ് ആയിട്ടുള്ള റെസ്പോൺസിലാണ് കഴിഞ്ഞ ദിവസം അവസാനിച്ചത്.
ഇനി ഇതിലേക്ക് ഗിഫ്റ്റ് നിഫ്റ്റിയിലേക്ക് പോവുകയാണെങ്കിൽ ഗിഫ്റ്റ് നിഫ്റ്റി കഴിഞ്ഞ ദിവസം ക്ലോസ് ചെയ്തത് 25,515 ഇന്ന് ഓപ്പൺ ആയിരിക്കുന്നത് 455 ഏകദേശം 60 പോയിൻറ്റിൻ്റെ അടുത്ത് ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് ഇന്ന് കിട്ടിയിട്ടുള്ളത്. സോ മാർക്കറ്റ് തിരിച്ച് മുകളിലോട്ട് കയറും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ദെൻ നമുക്ക് മറ്റ് കമ്മോഡിറ്റീസ് നോക്കുകയാണെങ്കിൽ ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് കുറഞ്ഞിട്ടുണ്ട്. $63.61 കുറയുകയാണ്. ഇതിൽ ഗോൾഡിൻ്റെ പ്രൈസ് വീണ്ടും ഫർദർ താഴോട്ട് വന്നിട്ടുണ്ട്. $3,707 വരെ എത്തിയിരുന്നു. അവിടുന്ന് $3,652 ഇറങ്ങിയിരിക്കുന്നത്. ബിറ്റ് കോയിൻ പ്രൈസ് എന്താ പറയുക, ഇന്നലത്തേതിൽ നിന്നും ഇന്ന് താഴേക്ക് ആണെങ്കിലും മൊത്തത്തിൽ പ്രൈസ് കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. 1,11,000 ഉണ്ടായത് 1,17,000 എത്തിയിട്ടുണ്ട്. ഇന്ത്യൻ രൂപയുടെ മൂല്യം നന്നായി ഇടിഞ്ഞിട്ടുണ്ട്. ഈ ഒരു US ഡോളറിന് 88.16 ഇന്നത്തെ വിനിമയ നിരക്ക്. ഗ്ലോബൽ ഇവൻറ്റ്സിലേക്ക് പോവുകയാണെങ്കിൽ ഇന്ത്യയിൽ നിന്നുള്ള 3 ഇവൻറ്റുകളുണ്ട്. ബാങ്ക് ലോൺ ഗ്രോത്ത്, ഡിപ്പോസിറ്റ് ഗ്രോത്ത്, ഫോറക്സ് റിസർവ്സ്. ഈ 3 ഇവൻറ്റുകൾ ഇന്ത്യയിൽ നിന്ന് വരാനുള്ളതാണ്. ബാക്കി US എന്നുള്ളത് നോക്കുകയാണെങ്കിൽ US ഫോറിൻ ബൈയിങ് T ബോൺസ്, ഓവറോൾ നെറ്റ് ക്യാപിറ്റൽ ഫ്ലോ, TIC നെറ്റ് ലോങ് ടേം ട്രാൻസാക്ഷൻസ്, TIC നെറ്റ് ലോങ് ടേം ട്രാൻസാക്ഷൻസ് ഇൻക്ലൂഡിംഗ് സ്വാപ്സ്, ഫെഡ് ബാലൻസ് ഷീറ്റ്, റിസർവ് ബാലൻസ് വിത്ത് ഫെഡറൽ റിസർവ് ബാങ്ക്സ്. ദെൻ UK എന്നുള്ളത് GFK കൺസ്യൂമർ കോൺഫിഡൻസ്, കോർ റീറ്റെയിൽ സെയിൽസ് ഇയർ ഓൺ ഇയർ, കോർ റീറ്റെയിൽ സെയിൽസ് മന്ത് ഓൺ മന്ത്, പബ്ലിക് സെക്ടർ നെറ്റ് ബോറോയിങ്, പബ്ലിക് സെക്ടർ നെറ്റ് ക്യാഷ് റിക്വയർമെൻറ്റ്. ഇത്രയും ഡാറ്റയാണ് പുറത്തു വരാനുള്ളത്. റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന കമ്പനികൾ നോക്കുകയാണെങ്കിൽ രാജേഷ് എക്സ്പോർട്സ് ഒരു കമ്പനി ഇന്ന് റിസൾട്ട് അനൗൺസ് ചെയ്യുന്നതിലുണ്ട്. F&O ബാനിൽ 3 കമ്പനികളാണുള്ളത്. ഏഞ്ചൽ വൺ, HFCL, RBL ബാങ്ക്. എന്താണ് F&O ബാൻ എന്നറിയാത്തവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റീസിലേക്ക് നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് 366 കോടിയുടെ ബൈയിങ് ആണ് ചെയ്തത്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 3,326 കോടിയുടെ ബൈയിങ് ആണ് ചെയ്തത്. മൊത്തത്തിൽ 3,693 കോടി രൂപ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് നിക്ഷേപത്തിയതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇനി സെക്ടറൽ പെർഫോമൻസിലേക്ക് പോകുകയാണെങ്കിൽ മീഡിയ, PSU ബാങ്ക്, റിയാലിറ്റി 3 സെക്ടറുകളിൽ നെഗറ്റീവിൽ ക്ലോസ് ചെയ്ത് ബാക്കിയെല്ലാം തന്നെ പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. ETF വരികയാണെങ്കിൽ എല്ലാം തന്നെ പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. ഇനി ബയേഴ്സ് മാത്രം ആക്റ്റീവായിട്ടുണ്ടായിരുന്നു സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ TVS ഇലക്ട്രോണിക്സ്, ഇൻഡൻസ് ടെക്, STL നെറ്റ്വർക്ക്സ്, ദീപക് ബിൽഡേഴ്സ്, GTL, പൂനാവാല ഫിൻ കോർപ്പറേഷൻ, ഡെൻഡ വാട്ടർ. ഇത്രയും സ്റ്റോക്കുകൾ ബയേഴ്സ് മാത്രം ആക്റ്റീവായിട്ടുണ്ടായിരുന്നതാണ്. ഇനി സെല്ലേഴ്സ് ആക്റ്റീവായിട്ടുണ്ടായിരുന്ന സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ എക്സ്പ്രോ ഇന്ത്യ, സുന്ദരം ഫിനാൻസ്, നഗ്രിക എക്സ്പോർട്ട്, ബ്രാൻഡ് കോൺസെപ്റ്റ്സ്, റുഷീൽ ഡെക്കോർ, NK ഇൻഡസ്ട്രീസ്, സർദ എനർജി. ഇത്രയും സ്റ്റോക്കുകൾ സെല്ലേഴ്സ് മാത്രം ആക്റ്റീവായിട്ടുണ്ടായിരുന്നതാണ്. നിഫ്റ്റിയുടെ കഴിഞ്ഞ ദിവസത്തെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി 17 പോയിൻറ്റ് ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ട് 25,423 ക്ലോസ് ചെയ്തു. ഈ ഒരാഴ്ചയിൽ നിഫ്റ്റിക്ക് 304 പോയിൻറ്റിൻ്റെ ഒരു മുന്നേറ്റമാണ് രേഖപ്പെടുത്താൻ സാധിച്ചത്. ഈ മാസത്തിൽ ഇതുവരെയായിട്ട് 990 പോയിൻറ്റിൻ്റെ മുന്നേറ്റം നിഫ്റ്റി രേഖപ്പെടുത്തിയിട്ടുണ്ട്. മറ്റ് ഇൻഡെക്സുകളിലേക്ക് പോവുകയാണെങ്കിൽ ഫിൻ നിഫ്റ്റി മിഡ് ക്യാപ്പ് ഒഴികെ ബാക്കിയെല്ലാം തന്നെ നെഗറ്റീവിലാണ് കഴിഞ്ഞ ദിവസം ക്ലോസ് ചെയ്തത്. ഇനി ഇന്നത്തേക്കുള്ള ഒരു ഡാറ്റ നോക്കുകയാണെങ്കിൽ PCR വന്നിരിക്കുന്നത് 1.16 ആണ്. ക്ലിയർലി ബുള്ളിഷ് മോഡാണ് സൂചിപ്പിക്കുന്നത്. ഹയസ്റ്റ് കോൾ റേറ്റിംഗ് ഉള്ളത് 26,000-ൽ 1,15,000 ആണ്. ഹയസ്റ്റ് പുട്ട് റേറ്റിംഗ് വന്നിരിക്കുന്നത് 25,200-ൽ 1,02,000 ആണ്. വിക്സ് 9.89-ലാണ് കഴിഞ്ഞ ദിവസം ക്ലോസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ സ്പോട്ട് പ്രൈസ് 25,423-ൽ ക്ലോസ് ചെയ്തിരിക്കുന്നു. ഇനി ഇന്നത്തേക്കുള്ള ഡാറ്റ നോക്കുകയാണെങ്കിൽ CPR വന്നിരിക്കുന്നത് 25,412, 401, 389 എന്ന രീതിയിലൊരു 23 പോയിൻറ്റിൻ്റെ ഗ്യാപ്പിലാണ് നോട്രേറ്റ് സോൺ വന്നിട്ടുള്ളത്. CPR വന്നിട്ടുള്ളത്. നോട്രേറ്റ് സോൺ നോക്കുകയാണെങ്കിൽ 25,421, 401, 20 പോയിൻറ്റ് ഗ്യാപ്പിലാണ് നോട്രേറ്റ് സോൺ ഉള്ളത്. ട്രാസ് ലെവൽസിൻ്റെ ആക്ച്വൽ നോട്രേറ്റ് സോൺ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് 25,421 ഹയർ സൈഡിലും 389 ബ്രേക്ക് ഡൗൺ ലെവലുമായിട്ട് കണക്കൂട്ടേണ്ടി വരും. അപ്പം 21, 11, 32 പോയിൻറ്റിൻ്റെ ഒരു നോട്രേറ്റ് സോണാണ് ഇന്ന് കിട്ടുന്നത്. ഇനി 25,421 കട്ട് ചെയ്ത് മുകളിലോട്ട് പോകുകയാണെങ്കിൽ 25,556 വരെ പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഒരു 135 പോയിൻറ്റിൻ്റെ മുകളിലോട്ടുള്ള സാധ്യതയുണ്ട്. എന്നാൽ അതേസമയത്ത് 25,389 കട്ട് ചെയ്ത് താഴെ ഇറങ്ങുകയാണെങ്കിൽ 291 വരെയും ഏകദേശം ഒരു 98 പോയിൻറ്റ്സ് താഴോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിലാണ് മാർക്കറ്റ് കടന്ന് കളിക്കാൻ സാധ്യതയുള്ളത്. പ്രധാനമായിട്ടും മുകളിലോട്ട് പോകുമ്പോൾ 556 ആണ് ലെവലെങ്കിൽ കൂടി ഒരു 25,500-ൻ്റെ ഒരു
റെസിസ്റ്റൻസ് ഒരു പക്ഷേ അവിടെ കിട്ടാൻ സാധ്യതയുണ്ട്. ഇനി മാർക്കറ്റ് 25,500 മുകളിൽ ചാടിക്കയറി ഓപ്പൺ ആകുകയാണെങ്കിൽ ഇന്ന് നല്ലൊരു ദിവസമായിരിക്കും. എന്തായാലും ഏതാനും മണിക്കൂർ കൊണ്ട് നമുക്ക് ഈ കാര്യങ്ങളെല്ലാം തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ സേഫായിട്ട് ട്രേഡ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു വാരാന്ത്യം നേരുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും യു ടേക്ക് കെയർ ആൻഡ് ബൈ. താങ്ക് യു.